നിരപരാധികളും നിരായുധരുമായിട്ടുള്ള ഒരു ജനസമൂഹത്തിനെതിരായി പാലസ്തീൻ ഇസ്രായേൽ തർക്കപ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഗാസ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരായി സാർവദേശീയ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട്, മനുഷ്യാവകാശം മുഴുവൻ ലംഘിച്ചുകൊണ്ട് ലോകത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ കൂട്ടനരഹത്യക്കെതിരായിട്ടുള്ള ജനാധിപത്യപരമായ പ്രതിഷേധമാണ് ലോകത്തെമ്പാടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും, ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അതിശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടും ഈ കാര്യത്തിൽ നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറാകാത്ത ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ, ഇതിലാണ് ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഈ ക്യാമ്പയിനിലൂടെ ലൈറ്റ്സ് ഓൺ കാൻഡിൽസ് ഫോർ പാലസ്തീൻ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ പങ്കുചേരുന്നത്. പാലസ്തീൻ ജനതയോടും പൊരുതുന്ന ആ ജനവിഭാഗത്തോടും ആ സമൂഹത്തോടുമുള്ള ഈ നാടിന്റെ ഐക്യദാർഢ്യം, വ്യക്തിപരമായ എന്റെ ഐക്യദാർഢ്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വംശഹത്യ, കുഞ്ഞുങ്ങളടക്കമുള്ളവരെ വളരെ ക്രൂരമായി കൊല ചെയ്യുന്ന പാലസ്തീനിലെ ആ ജനത അനുഭവിക്കുന്ന ദുഃഖം, അത് ഗാന്ധി കുടുംബവും അനുഭവിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന മഹാത്മജിയുടെ പേരിൽ നിലകൊള്ളുന്ന ഈ ഗാന്ധി ഭവൻ ആ മഹാ ക്രൂരതയ്ക്കെതിരെ, ആ വംശീയ ഹത്യക്കെതിരെ പ്രതിരോധിക്കുന്നു, പ്രതികരിക്കുന്നു. പാലസ്തീൻ എന്ന ആ രാജ്യത്തെ, ആ പീഡനമേക്കുന്ന ജനതയ്ക്ക് നമ്മുടെ എല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു. പൊരുതുന്ന പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളും റാഫയിലേക്കെന്ന മുദ്രാവാക്യമുയർത്തി ലോകത്തെമ്പാടും പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടന്നു വരികയാണ്. പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെപ്പോലും കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുന്ന ഇസ്രായേലിന്റെ കിരാത സംവിധാനത്തിനെതിരായി എല്ലാവരും ഒത്തൊരുമിച്ച് വരികയാണ്. മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ജനങ്ങളുടെ ആകെ സഹകരണം പാലസ്തീനൊപ്പം ഉണ്ടാകേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്രായേലിന്റെ അധിനിവേശത്തിനും കൂട്ട മനുഷ്യക്കുരുതിക്കുമെതിരായി മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാവരുടെയും കൂട്ടായ്മയാണ് വളർന്നു വരുന്നത്. രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടും ഇതിനെതിരായ പ്രതിഷേധം വളർന്നു വരികയാണ്. ഈ പ്രതിഷേധത്തിൽ ഞാനും പങ്കാളിയാവും. പൊട്ടുന്ന ബോംബുകളുടെ അരണ്ട വെളിച്ചത്തിൽ പാലായനം ചെയ്യുന്ന ഒരു ജനതയുടെ തേങ്ങൽ ആണ് ഇതിലൂടെ ഈ ഒരു റാഫയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് എത്തുക. രാജ്യങ്ങളുടെ അതിർവരമ്പുകൾ കടന്ന് ജനങ്ങളുടെ മനസ്സുകൾ ഇന്ന് വേദനിക്കുന്നു എന്നുള്ളത് ഈ ഒരു മേഖലയിൽ അവിടെ ആയിരിക്കുന്ന ജനത അനുഭവിക്കുന്ന വേദനകൾ അങ്ങേയറ്റം ആഴത്തിൽ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിൽ ലോക കോടതിയുടെ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾക്ക് വിധേയമായിട്ടും ഇത് നിർത്തിവെക്കുന്നതിന് ഇതിന്റെ പിന്നിൽ ഉള്ള കറുത്ത കരങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത വിധത്തിൽ ഒരു ജനതയെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിൽ ഈ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ലോകമെങ്ങുമുള്ള ജനത ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തവരാണ് അവിടെ ഉള്ളതെങ്കിൽ അവർ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ഈ ഒരു കൂട്ട കശാപ്പ് തന്നെ, മനുഷ്യ ഹത്യ തന്നെ നിർത്തിവെക്കുവാൻ അവരുടെ മനസ്സുകൾക്ക് ഒരു മാറ്റമുണ്ടാകട്ടെ എന്ന് ഞാനും എളിയവനായ ഞാനും ഇതിനോടൊപ്പം ചേർന്ന്